വെൽക്കം ബാക്ക് ഐഷു ചോട്ടൂസ് വ്ലോഗ്. ഇന്ന് സൺഡേ അല്ലേ, നമുക്കൊരു വെറൈറ്റി മന്തി നോക്കാവേ. ഇടയ്ക്ക് മാസത്തിലൊന്നെങ്കിലും മന്തി കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ മയണൈസും സൽസയൊക്കെ വെച്ച് നമുക്കൊരു മന്തി കഴിക്കാൻ പോവാണേ. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ആവശ്യത്തിന് മന്തി മസാല അത് റെഡിയാക്കുവാണേ. കുറച്ചേറെ ചെറുജീരകവും കുറച്ച് പെരുംജീരകവും പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം വറ്റൽമുളകും കുരുമുളകും ബേ ലീഫും മാഗി ക്യൂബും പിന്നെ പച്ചമല്ലി നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണങ്ങിയ ലെമൺ ഉണ്ടെങ്കിൽ കൂടി ചേർത്ത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 4 സബോളയും ഒരു കൈ വെളുത്തുള്ളിയും നല്ല ചതച്ച് വാരി വയ്ക്കുക. ഗോൾഡ് വിന്നർ ഒഴിക്കുക. ഒലീവ് ഓയിലോ ചീസാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ബട്ടറാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഗോൾഡ് വിന്നറിലോട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളിയും സബോളയും നല്ല ഗോൾഡ് നിറമാകുന്നോളം വരെ വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് നല്ലൊന്ന് വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ ഒരു 4-5 ചേർത്ത് വീണ്ടും വഴറ്റുക. ബേ ലീഫും ഫ്രഷ് മസാലയും ഉണങ്ങിയ ലെമണും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും വഴറ്റുക. അതിലോട്ട് 2 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റുക. അതിലോട്ട് വീണ്ടും നമ്മൾ മസാല പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു 3 സ്പൂൺ ചേർത്താൽ മതി. വീണ്ടും പച്ചമണം പോകുന്നതും വരെ നല്ല വഴറ്റിയതിന് ശേഷം മാഗി ക്യൂബ് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എപ്പോഴും മന്തി മസാല ഫ്രഷായിട്ട് തന്നെ, അങ്ങനെ ചൂടാക്കാനൊന്നും വേണ്ട, അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ 1 ഗ്ലാസ് സെല്ല റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ്. അതിലോട്ട് നമ്മൾ ഈ ചിക്കൻ ഇട്ട് ഒരു 10 മിനിറ്റ് മാത്രം മതി നമ്മൾ പുഴുങ്ങി എടുക്കുക. സെപ്പറേറ്റായിട്ട് എടുക്കുക. അരമണിക്കൂറോളം സെല്ല റൈസ് കുതിർത്ത് വെച്ചാണ്. അത് ഈ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് നമ്മൾ വറ്റിച്ച് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തോളൂ. അത് അവിടെ ഇരുന്ന് ദമ്മാവട്ടെ, വേകട്ടെ. നമ്മൾ ഈ ചിക്കനില്ലേ, അതിന് മസാലയ്ക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും ഈ 4 നമ്മൾ എടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്, വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം മതി. അതിലോട്ട് നമ്മൾ അരച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്യുക. ഒന്നും കൂടെ നമ്മൾ കറക്കിയെടുത്തതിന് ശേഷം ഒരു പരന്ന പ്ലേറ്റിലോട്ട് നമ്മൾ എന്തെടുക്കുക, ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. എല്ലാം ഓരോന്നായിട്ട് നമ്മളെടുത്ത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഉപ്പ് നോക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണമെങ്കിൽ ഒന്നുകൂടെ ചേർത്തുള്ളൂ മസാല തേക്കുന്നതിന് മുമ്പേ. അതിന് ശേഷം ബട്ടർ നമ്മളൊരു ഫ്രൈങ് പാനിലോട്ട് എടുക്കുക. നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. ബട്ടർ നല്ല ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതൊരു അരമണിക്കൂറോളം പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ ഒരു ഫ്രിഡ്ജിലോട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല സെറ്റായി കിട്ടുക. മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കുവേ. ഒരു അരമണിക്കൂറോളം വെക്കണം. അതിന് ശേഷം ഈ ബട്ടറിൽ തന്നെ വേണം നമ്മൾ പൊള്ളിച്ചെടുക്കേണ്ടത്. അത് നല്ല പൊള്ളിച്ചെടുത്ത് മാറ്റി വെച്ച് അതിന് ശേഷം അരി ദമ്മിലാകുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ ചിക്കൻ വെക്കാൻ പോവാണേ. പച്ചമുളക് കുത്തി വെച്ചതിന് ശേഷം പൊള്ളിച്ചെടുത്തിരിക്കുന്ന ചിക്കനില്ലേ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബട്ടറിൽ വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഒന്ന് അതിൻ്റെ പുറത്തോട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചാർക്കോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഏതെങ്കിലും ഫ്ലേവറിന് ഏലക്കായോ മല്ലിയോ ഗ്രാമ്പോ എന്ത് വേണമെങ്കിലും ഇടാവേ. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ദമ്മടിച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 15-20 മിനിറ്റോളം വെച്ചിട്ടും തുറന്നെടുക്കുവാണെങ്കിൽ നല്ല മണമാണ്. ആ പോഹയുടെയും ഈ മന്തിയുടെയും ഈ മസാലയുടെയൊക്കെ ഒരു പ്രത്യേക ഒരു വെറൈറ്റി മണമാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്